നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്സ്, അഞ്ഞൂർ നമ്പിശമ്പടി, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഒരുപാട് ആളുകളുടെ കുടുംബ തകർച്ചയുടെ പിന്നിൽ നമ്മളോട് പറയുന്നത് തന്നെ ഈ ലൈംഗികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഉള്ള ബലഹീനതയും ആരോഗ്യക്കുറവുമാണ്. ഇതൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായില്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പലരുടെയും അനുഭവം. എന്ന് കരുതിയിട്ട് ലോകത്തുള്ള സ്ത്രീകളൊന്നും ഇതുപോലുള്ളവരാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പെരുമാറുകയോ ആലോചിക്കുകയോ ചെയ്യരുത്. കാരണം പല ആളുകളുടെയും പ്രശ്നം നമ്മളോട് വൈദ്യരായതുകൊണ്ടും ജ്യോത്സ്യനായതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ മാന്ത്രിക പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടുമാണ് നമ്മളോട് ഇത് ആളുകൾ എടുത്തു പറയുന്നത്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആളുകളുടെ ലൈംഗിക പവർ നഷ്ടപ്പെടുകയും ലിംഗം ചുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് പലരും വിളിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മറ്റൊരു ഇൻഗ്രീഡിയൻസുമായിട്ടാണ് നമ്മളിത് പറഞ്ഞു തരാം. മറ്റൊരു ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ തന്നെ ചമ്മലായിട്ടിരിക്കുന്നവർ, പുറത്ത് പറയാൻ വിഷമമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ സ്വകാര്യമായിട്ട് കൊണ്ടു നടന്നിട്ടാണ് കൂടുതലായിട്ടും ഇത് പ്രശ്നത്തിലേക്ക് വരുന്നത്. കൊറോണയ്ക്ക് ശേഷം ഒരു 80 അല്ല 90% ആളുകളുടെയും ലൈംഗികപരമായിട്ടുള്ള ബലം ഇതിന് വളരെയധികം വീക്ക് വന്നിട്ടുണ്ട്, വന്ധ്യത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ധാരണ പവറില്ല, ലിംഗം ചുങ്ങിപ്പോവുക, വണ്ണം കുറയുക, ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ദാമ്പത്യ ജീവിതം ഇല്ല എന്ന് കരുതി ഭർത്താവിനെ പറഞ്ഞു അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ജീവിതം പങ്കിടുന്ന ആളുകൾ എല്ലാവരും ഇല്ല. എന്നാൽ ചിലവരിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് അറിയുന്നതും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എടുത്തു പറയുന്നത്. സ്ത്രീകളെ ആക്ഷേപിക്കലോ പരിഹസിക്കലോ പുച്ഛിക്കലോ അവരെ മാനം കെടുത്തലോ അല്ല. ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഒന്നാണ് ദാമ്പത്യ ജീവിതം. ഈ ദാമ്പത്യ ജീവിതം കിട്ടാതെ വരുമ്പോൾ എന്തിന് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ നശിപ്പിക്കുന്നു എന്ന് കരുതിയിട്ട് ഒരു ഭർത്താവിന്റെ ശാരീരികമായിട്ട് ലൈംഗിക പവർ നഷ്ടപ്പെട്ടാൽ ആ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് പലവരിലും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിന്റെ ഒരു സൊല്യൂഷൻ പുരുഷന്മാരാണ് ചിലത് പുറത്ത് പറയൂല. എന്നാൽ ഇതിന് ഇങ്ങനത്തെ ഒരു വീക്ക് അല്ലെങ്കിൽ പരാജയം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും മാർഗം ചികിത്സ ചെയ്ത് അത് റിക്കവർ ആക്കി എടുക്കാം എന്നുള്ളത് തയ്യാറാവാത്തവരും ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈംഗിക ഉത്തേജന ഔഷധ കൂട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. പച്ച കുറുന്തോട്ടിയുടെ വേരിന്റെ മേലെയുള്ള തോല് പറിച്ചെടുത്തിട്ട് ആ പച്ച കുറുന്തോട്ടി എടുക്കുക. അതിന്റെ വേരെടുത്തതിന് ശേഷം അതിന്റെ മുകളിലുള്ള തോലൊക്കെ ചീന്തിയെടുത്തതിന് ശേഷം ഒരു 100 ഗ്രാം നിർബന്ധമായിട്ടും അത് വേണം. ഈ 100 ഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് 50 ഗ്രാം അശ്വഗന്ധം എന്ന് പറയുന്നതും അമക്കൂരം എന്ന് പറയുന്നതും ഒരേ ഒരു മരുന്നാണ്. ഈ മരുന്നിന്റെ പൊടി 50 ഗ്രാം ഈ കുറുന്തോട്ടി വേര് അരച്ചതിൽ ചേർത്തതിന് ശേഷം ഒരു 5 ജാതിക്ക പരിപ്പ് ജാതിക്കയുടെ മൊത്തം അല്ല, അതിന്റെ ജാതി പത്രിയല്ല, ജാതിക്കയുടെ പരിപ്പ് എന്ന് പറയുന്ന ഉണ്ട പോലുള്ളത് അതിന്റെ ഏറ്റവും ഉള്ളിലുള്ളത് അത് നമ്മൾ 5 എണ്ണം വേണം. ഇതും എടുത്തതിന് ശേഷം നമുക്ക് 20 ഗ്രാം കരിഞ്ജീരകം, ഇതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ ഒഴിച്ച് കലക്കുക. എണ്ണയിൽ ഒഴിച്ച് കലക്കിയിട്ട് ഏറ്റവും നൈസ്, അത് വേണ്ടത് വെളിച്ചെണ്ണയല്ല, ഏറ്റവും നല്ലത് എള്ള ആട്ടുന്നിടത്തുനിന്നോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ബ്രാൻഡിൻ്റെതായിട്ടുള്ളതോ വാങ്ങാം. ഈ എള്ളെണ്ണയിൽ ഇത് 1/2 ലിറ്റർ വേണം. ഈ 1/2 ലിറ്റർ വാങ്ങിയതിന് ശേഷം ഇതും കൂടി മിക്സ് ചെയ്തിട്ട് വളരെ നൈസായിട്ടുള്ള ചൂടിൽ തിളപ്പിച്ച് മൊരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ചില മൊരിയുന്നതിനേക്കാൾ സ്വല്പം മുമ്പ്, കാരണം മൊരിഞ്ഞാലും കുഴപ്പമില്ല, ഈ മൊരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഈ കലക്കം മാറ്റി നമ്മൾ എണ്ണ മാത്രം ഊറിയിട്ട് എടുത്തു വയ്ക്കുക. ഇതെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ലിംഗം മുതൽ നാഭീര പുക്കളിന് താഴെ നാഭീര അവിടുന്ന് തൊടയുടെ ചുറ്റുഭാഗത്തോടു കൂടി, ഒടിയുടെയും തൊടയുടെയും ചുറ്റുഭാഗത്തോടു കൂടി വൃഷ്ണത്തിന്റെ മേലെയും കൂടിയിട്ട് വേണം ഈ തൈലം ഉപയോഗിക്കാൻ. ആൾക്കാർ എന്താ വെച്ചാൽ ലിംഗത്തിന്റെ മാത്രമോ അല്ലെങ്കിൽ വൃഷ്ണത്തിന്റെ മുകളിൽ മാത്രമോ ആയിട്ട് ഉപയോഗിക്കരുത്, മൊത്തമായിട്ട് ആ ഭാഗം മൊത്തം വേണം ഉപയോഗിക്കാൻ. അതിനുശേഷം നമ്മൾ ഈ തൈലം കുളിർക്കിനെ എന്ന് വെച്ചാൽ ചിലയിടത്ത് പുരട്ടെന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ട്, തൂത്തുക എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, ചിലവർ തടവുക എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒഴിച്ചലോ മറ്റ് ഞെക്കിപ്പിഴിയലോ ഒന്നും വേണ്ട, വളരെ കുളിർക്കിനെ എണ്ണ നല്ല ലൂസായി പരട്ടിയിടുക.
പരട്ടിയിട്ടതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം, 5 മിനിറ്റ് നമ്മൾ നിന്ന് ചാടണം. ഈ ചാടുന്ന സമയത്ത് ലിംഗം കിടന്നിങ്ങനെ ആടും. അപ്പോൾ അത് തുണിയൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഈ ചാടാൻ വേണ്ടിയിട്ട്. ഈ ചാടി കഴിഞ്ഞാൽ ലിംഗം കിടന്നിങ്ങനെ ആടിയിട്ട് അതിലേക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ വന്ന് ആ ഞരമ്പുകൾക്ക് ശക്തി കിട്ടി അതിൻ്റേതായിട്ടുള്ള പവർ നമ്മളിലേക്ക് ഉണ്ടാവും. ഈ സംഭവമാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലിംഗം ചുങ്ങിപ്പോയത് റെഡിയാവും, സമയക്കുറവ് റെഡിയാവും, വണ്ണം നീളം ഒക്കെ നമുക്ക് റിക്കവറായിട്ട് വരും. നമുക്ക് ഉണ്ടായിരുന്ന അതേ പവറിലേക്കും അതിനേക്കാൾ വലുതാവണമെങ്കിൽ ഈ ചാട്ടവും ഈ എണ്ണ ഉപയോഗം കൂടുതലായിട്ട് ചെയ്താൽ മതി. 1/2 ലിറ്റർ എണ്ണ ഇത് ഉപയോഗിച്ച് തീരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടും എന്നുള്ളതാണ്. ഉദ്ധാരണം ഉള്ളിൽ നിന്നും നമുക്ക് ഇല്ലെങ്കിൽ ഇത് ഉദ്ധരിച്ചതിന് ശേഷമാണ് എന്നുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. ഉദ്ധാരണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ധാതുപുഷ്ടി എന്ന് പറയുന്ന ഒരു ചൂർണം കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അത് നമ്മുടെ കാർത്തിക ആയുർവേദിക്സിന്റെ പ്രൊഡക്റ്റായിട്ട് ആമസോണിലുണ്ട്, ഇല്ലെങ്കിൽ നേരിട്ടും അയച്ചു തരാം. ഈ ധാതുപുഷ്ടി ചൂർണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് മുരിങ്ങാക്കായ കുരു, നായക്കൊണ്ണപ്പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, സഫീദ് മുസ്ലി, ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനായിട്ടുള്ള പയറുവർഗ്ഗങ്ങളുടെയും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും ആണ് പൊടി. ഈ പൊടി നമ്മൾ തിളച്ച വെള്ളത്തിലോ, ഈ പൊടി 1 ടീസ്പൂൺ, ഒരു 5 ഗ്രാം നമ്മളെന്താണ് പാലിലോ തിളപ്പിച്ച് കഴിക്കുക. ഈ പാല് തിളപ്പിച്ച് കഴിക്കുമ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഗ്യാസ്, ഇത് വെറുതെ ചുടുവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഗ്യാസ് ഉണ്ട് എന്നൊക്കെ പറയും. എന്താണെന്ന് വെച്ചാൽ ഇത് കിഴങ്ങുകളുടെ ആയതുകൊണ്ട് ചില ആളുകൾക്ക് ഗ്യാസ് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വേവിച്ച് കഴിച്ചാൽ മതി. എന്നിട്ട് മൊത്തം അരിച്ചല്ല, എന്നിട്ട് അത് പഞ്ചസാര ഇട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അങ്ങനെ കൂടി കഴിക്കുമ്പോൾ ഇത് 90 ദിവസമാണ് ചെയ്യേണ്ടത്. ഈ പൊടി കഴിക്കേണ്ടത്. ഇത് പൊടി കഴിക്കുമ്പോൾ 1 മാസത്തിന് ശേഷം നമുക്ക് എത്ര തന്നെ വീക്കായിട്ടുള്ള തീരെ ഇല്ലാത്ത ഏതൊരാൾക്കും നമുക്ക് ഉദ്ധാരണ പവർ ഉണ്ടാവും. അതുപോലെ തന്നെ ബീജത്തിന്റെ അളവ് കൂടും, മോട്ടിലിറ്റി പവർ കൂടും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം കൂടിയാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ ഫുഡ് സപ്ലിമെന്റ് ആണിത്. ഇത് ഭക്ഷണത്തിലെ പോഷകങ്ങളെ കൊണ്ടാണ്, വാജീകരണ ഔഷധങ്ങളും പോഷകങ്ങളുമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ശരീരത്തിൽ വന്ന് പിടിച്ച് അത് വേണ്ടതായിട്ടുള്ള ഒരു ഗുണാനുഭവത്തിലേക്ക് ആയി മാറാനുള്ള ഒരു സമയം നമുക്ക് 90 ദിവസമാണ്. അതുകൊണ്ട് ഒരു ദിവസം കഴിച്ചതിന് ശേഷം ഒരു മാറ്റമില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട. ഇത് എല്ലാ തരത്തിലും ഗുണമാണ്. ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്ലം, ഇത്രയും കാര്യങ്ങൾക്ക് ഇത് പവറുണ്ട്. പിന്നെ നമുക്ക് യൗവനം ഉണ്ടാവുന്നതാണ്. ഈ യൗവനം ഉണ്ടാവുക ഒരു 20 വയസ്സ് കുറഞ്ഞതിന്റെ മുഖകാന്തി വർദ്ധിക്കും എന്നുള്ളതാണ്. ആളുകൾക്കും കഴിക്കാം, ഏത് അസുഖമുള്ള ആളുകൾക്കും കഴിക്കാം. ഇത് മറ്റ് സൈഡ് എഫക്റ്റോ മറ്റ് കാര്യങ്ങളോ കെമിക്കലോ ഒന്നുമില്ല. ഇതിന് എല്ലാ തരത്തിലുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ എഫക്റ്റീവുമാണ്. നമ്മുടെ ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പോഷകക്കുറവ് കൊണ്ട് ആണ് നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് ധാതുപുഷ്ടി എന്നുള്ള എനർജി ഉണ്ടായി ആയിട്ടാണ് നമുക്ക് മനസ്സിൽ വികാരം തോന്നുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ലിംഗത്തെ ഉത്തേജിപ്പിക്കുന്നത്, ദാമ്പത്യ ജീവിതം ആനന്ദപൂർണ്ണമാക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പോയിരിക്കുന്നത്, നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് മനസ്സിൽ വികാരം ഉണ്ടെങ്കിലും ആ ലിംഗത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് ദാമ്പത്യത്തിന്റെ വേണ്ടിയിട്ടോ നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഒരു എന്താ പറയുക മരവിപ്പ് ഉള്ള ആളുകൾ വരെ, അതായത് മൂത്രമൊഴിക്കാൻ പോലും എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ ഉള്ള ആളുകൾക്ക് വരെ ഇത് അങ്ങേയറ്റം എഫക്റ്റാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷം എന്ന് പറയുന്നതും പുരുഷന്മാരുടെ പൗരുഷം എന്ന് പറയുന്നതും ഒക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ ലിംഗബലം എന്നുള്ളത്. ഈ ലിംഗബലം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ടും എല്ലാവർക്കും വളരെയധികം ഒരു ദുഃഖമുണ്ടായിരിക്കും. ഞാൻ ഒന്നിനും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്തകൾ ഉണ്ടായിരിക്കും. ആ ചിന്തകളെ തുടച്ചു മാറ്റി നമ്മുടെ ജീവിതം കരുത്തുറ്റതും അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം കരുത്തുറ്റതും ജീവിത സന്തോഷങ്ങൾ പൂർണ്ണമാക്കാനുള്ള അങ്ങേയറ്റം എഫക്റ്റുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ധാതുപുഷ്ടി ചൂർണം ആമസോണിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അയച്ചു തരുന്നതും കൂടിയാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ അഡ്രസ്സും പിന്നെ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അയക്കുക. ധാതുപുഷ്ടി ചൂർണത്തിന് നിങ്ങൾക്ക് എന്താണ് 700 രൂപയാണ് വില. ആമസോണിലും 700 രൂപയാണ്, പോസ്റ്റ് വഴിയും 700 രൂപയാണ്. പോസ്റ്റ് ചാർജ് ഇല്ല,
ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഈ തൈലം ഉണ്ടാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വാജീകരണാദി എന്ന് പറയുന്ന തൈലമുണ്ട്. ഈ തൈലം നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു തരാം. നിങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കാതെ മനസ്സിൽ കൊണ്ട് നടന്ന് ജീവിതത്തിലെ പിരിമുറുക്കത്തോടു കൂടി ജീവിതം ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ ഒരു വലിയൊരു അവസ്ഥയാണെന്നുള്ളത് പല ആളുകളും വിളിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു മാരകമായ ഒരു സംഭവമാണ് ഈ ദാമ്പത്യ ലൈംഗിക ബലഹീനത എന്നുള്ളത് നമ്മളിപ്പോഴാണത് മനസ്സിലാക്കി വരുന്നത്. പല ആളുകൾക്കും ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഇതിന് പൂർണ്ണ പരിഹാരം ഉണ്ടാവും എന്നുള്ളതും അങ്ങനെയുള്ള ആളുകൾ ദുഃഖിക്കാതെയോ ചമ്മലോ വഷളോ വിചാരിക്കാതെ എന്നെ വിളിക്കുക പോലും വേണ്ട. നമ്മൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും പൈസ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അയച്ചാൽ മതി. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയച്ച് നിങ്ങൾക്ക് ഇതിന് മറുപടിയും നിർദ്ദേശങ്ങളും തരുന്നതാണ്. അതുപോലെ തന്നെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.